എൽഡർ ഡോട്ടേഴ്സ്. ഒരു മൂത്ത പെൺകുട്ടി വളരുന്നതും വലുതാവുന്നതും ബാക്കിയുള്ളവരെ പോലെയല്ല എന്ന് വെച്ചാൽ അതിന്റെ ലിറ്ററൽ മീനിങ് അല്ല. ദേ ബിക്കം റെസ്പോൺസിബിൾ ഓവർനൈറ്റ്. ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആണെന്ന് കാണിക്കേണ്ടി വരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു സെക്കൻഡ് പാരന്റ് ആയിട്ടുണ്ടാവും. എല്ലാവരും വിചാരിക്കുന്നത് എൽഡർ ഡോട്ടേഴ്സ് ഭയങ്കര കൺട്രോളിംഗ് ആണെന്ന്. ആക്ച്വലി അവരുടെ തലയെ കൊണ്ടുവച്ച് നടക്കുന്ന റെസ്പോൺസിബിലിറ്റിയുടെ വലിപ്പം അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അവരുടെ ലവ് ലാംഗ്വേജ് വേറെയാണ്. നിങ്ങൾ സമയത്തിന് കഴിക്കുന്നുണ്ടോ നോക്കും, നിങ്ങൾ വീട്ടിലെത്തിയോ നോത്ത് ടെൻഷൻ അടിക്കും. നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും. അവരെപ്പോഴും എല്ലാം ചേർത്ത് വെക്കാനാ നോക്കുക. അവർക്ക് റെസ്റ്റ് എടുത്താൽ ഗിൽറ്റി ഫീലിംഗ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവരുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര എഫേർട്ട് ഇട്ടാലും ആളുകൾ അത് കാണില്ല. അവരുടെ എഫേർട്ട് ആരും കാണാണ്ടാവുമ്പോൾ ദേ ഫീൽ അൺലവ്. സർവീസ് ചെയ്ത് കൊടുക്കലാണ് അവരുടെ ലവ് ലാംഗ്വേജ്. ഇഷ്ടമുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓർത്തിരിക്കുക. എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം കാര്യമൊക്കെ അങ്ങ് മറക്കും. ബട്ട് ഡീപ്പ് ഇൻസൈഡ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് യു ഡോണ്ട് ഹാവ് ടു ക്യാരി എവറിത്തിങ് അലോൺ എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കല്ലേന്ന്. എൽഡർ ഡോട്ടേഴ്സ് ആർ സ്ട്രോങ്, പക്ഷെ അവരും സോഫ്റ്റ്നെസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആവും. കാരണം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാണ്ടാവില്ല എന്ന് അവർ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ആളുകളോട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അവരായിരിക്കും അവിടുത്തെ ഹെൽപ്പർ. ആരെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ശീലമില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ബോസി ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഉള്ളിൽ അവരനുഭവിക്കുന്ന ആങ്സൈറ്റിയെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചെറുപ്പം മുതൽ അവരെ ആയിരിക്കും എല്ലാവരും എക്സാമ്പിൾ ആക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ പോലും അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് അത് വലിയ കാര്യമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം അവർക്ക് അപ്രീഷിയേഷൻസ് ഒന്നും അധികം കിട്ടാറില്ല, എക്സ്പെക്ടേഷൻസ് മാത്രമേ ഉള്ളൂ. റൊമാൻറ്റിക് ആവുന്നതിനേക്കാളും ഇമോഷണലി സേഫ് ആണെന്ന് അവർക്ക് തോന്നുന്നിടത്ത് അവർ പെട്ടെന്ന് അറ്റാച്ച് ആവും. അവർ കൂട്ടത്തിലെ സ്ട്രോങ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ അവരെ വേണ്ട പോലെ കെയർ ചെയ്തില്ലെങ്കിൽ അവരുള്ളിൽ ഡിസപ്പോയിന്റഡ് ആവും. ബാക്കിയുള്ളവരെ ഡിസപ്പോയിന്റഡ് ആക്കണ്ടെന്ന് കരുതി അവരുടെ ആവശ്യങ്ങൾ അവർ വേണ്ടാന്ന് വെക്കും. മിക്കവാറും എൽഡർ ഡോട്ടേഴ്സ് അവർ എന്തോരം ടയേർഡ് ആണെന്ന് മനസ്സിലാക്കുന്നത് പോലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവര് ഇമോഷണലി സേഫ് ആണെന്ന് തോന്നുന്ന അങ്ങനെ ഒരാളുടെ മുന്നിൽ തുറന്നു കരയുമ്പോഴായിരിക്കും. ബാക്കിയുള്ളവരുടെ മൂഡ് ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ചെറുപ്പം മുതലേ വീട്ടിലുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ടായിരിക്കും ഇവർ വളരുന്നത്. എന്തൊക്കെ ആണെങ്കിലും അവരുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാറില്ല. പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടാവും, പക്ഷെ അവരുടെ ഉള്ളിൽ ആ കുട്ടി വേണ്ട വിധത്തിൽ പരിപാലിക്കപ്പെടാത്തത് കൊണ്ട് ആ ക്രേവിംഗ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് പാർട്ട്നേഴ്സിന്റെ അടുത്ത് കുട്ടികളെ പോലെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യും. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ ഓർത്തു വെക്കുന്നത് ആർക്ക് എന്ത് വേണമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇവരുടെ മനസ്സ് ചെറുപ്പം മുതലേ പഠിച്ചു പോയതുകൊണ്ടാണ്. അവരുടെ പെയിൻ അവർ പുറത്ത് കാണിക്കാത്തതിന്റെ കാരണം അവർക്കറിയാം അവരുടെ ഏതെങ്കിലും വീക്ക്നെസ് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കെയർ ചെയ്യാനൊന്നും പോകില്ല, മറിച്ച് ഒന്നുകിൽ അവരെ യൂസ് ചെയ്യും അല്ലെങ്കിൽ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദ മോർ.